ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ നമ്മളൊരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ BA, BCom, BSW, BBA പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ജൂലൈ 2025 ബാച്ചിലേക്കുള്ള അഡ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 30 അപ്പോൾ ആ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിച്ചിരുന്ന സ്റ്റുഡൻസ് ഒക്കെ നിങ്ങളുടെ അഡ്മിഷൻസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി അഡ്മിഷൻ എടുത്തതിന് ശേഷമുള്ള സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. സോ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് അവരുടെ സ്റ്റുഡന്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റുഡൻറ് പോർട്ടൽ എന്ന് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ് പോർട്ടൽ എന്ന് പറയുന്നത് ഇഗ്നുവിലെ ഓരോ സ്റ്റുഡൻസും അവരുടെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം കമ്പൾസറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ് നിങ്ങളുടെ ഈ ഒരു സ്റ്റുഡൻറ് പോർട്ടൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ഇയർ കഴിയുന്നത് വരെ നിങ്ങൾ ആ ഒരു സ്റ്റുഡൻറ് പോർട്ടൽ കീപ്പ് ചെയ്യണം. ഇനി അക്കാഡമിക് ഇയർ കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു സ്റ്റുഡൻറ് പോർട്ടൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒരു സ്റ്റുഡൻറ് പോർട്ടലിൽ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ സ്റ്റുഡൻറ്റ് എടുത്തിരിക്കുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസും, അതായത് ആ കോഴ്സിൽ എത്ര പേപ്പേഴ്സ് ആണ് ആൾ ചൂസ് ചെയ്തിരിക്കുന്നത്, അത് അങ്ങനെയുള്ള ആ കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു സ്റ്റുഡൻറ് പോർട്ടൽ ഇല്ലാണ്ട് ഒരു സ്റ്റുഡൻറ്റിനും അവരുടെ ആ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അടുത്തതായിട്ട് എങ്ങനെയാണ് സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും അവരുടെ സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തതിൻ്റെ ഒരു കൺഫർമേഷൻ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരണം. ആ ഒരു കൺഫർമേഷൻ നിങ്ങളുടെ ഇമെയിലോട്ടായിരിക്കും വരുന്നത്. അതായത് നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് ഏത് മെയിൽ ID ആണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു മെയിൽ IDയിലോട്ടായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ്റെ കൺഫർമേഷൻ യൂണിവേഴ്സിറ്റി സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തതിൻ്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരില്ല. അതിനൊരു കാലയളവുണ്ട്. ഏകദേശം ഒരു 1 മന്തോളം ടൈം എടുത്തതിന് ശേഷം മാത്രമേ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഈ ഒരു കൺഫർമേഷൻ മെയിൽ അയക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്യണം, ഇങ്ങനെ ഒരു കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ മെയിൽ വന്നതിന് ശേഷം മാത്രമേ സ്റ്റുഡൻസിന് അവരുടെ സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ മെയിൽ വന്നതിന് ശേഷം തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യണോ എന്നുള്ളത് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ടാണ്. അപ്പോൾ ഒരു പേഴ്സണലി നമ്മൾ പറയുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 to 3 ഡേയ്സ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളത് സാവധാനത്തിൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് നിങ്ങളുടെ കൺഫർമേഷൻ മെയിലിൻ്റെ കൂടെ തന്നെ യൂണിവേഴ്സിറ്റി അയക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് തന്നെ നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ ആ ഒരു ലിങ്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇമെയിൽ ചെക്ക് ചെയ്യാൻ മറന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട് നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി സെൻഡ് ചെയ്യുന്ന ലിങ്ക് ത്രൂ അല്ലാണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ കയറിയിട്ട് സമർത്ത് ഇഗ്നു എന്നുള്ള ഒരു പോർട്ടൽ ത്രൂവും നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ സ്റ്റുഡൻസിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ സമർത്ത് ഇഗ്നു എന്നുള്ള പോർട്ടൽ ത്രൂ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിലൊരു യൂസർ നെയിമും അതുപോലെ തന്നെ ഒരു പാസ്വേഡും കൂടെ കൊടുക്കണം. അപ്പോൾ ഒരു യൂസർ ID എന്ന് പറയുന്നത് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് മറന്നു പോവാത്ത അല്ലെങ്കിൽ എപ്പോഴും ഓർക്കുന്ന ഒരു പാസ്വേഡ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു പാസ്വേഡ് കൺഫർമേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ സമർത്ത് ഇഗ്നു എന്നുള്ള ഒരു പോർട്ടൽ ത്രൂവും ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 മാർഗ്ഗങ്ങളാണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് യൂണിവേഴ്സിറ്റി കൺഫർമേഷൻ മെയിലിൻ്റെ കൂടെ അയക്കുന്ന ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് സമർത്ത് ഇഗ്നു എന്നുള്ള പോർട്ടൽ ത്രൂവും സ്റ്റുഡൻറ് പോർട്ടൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ഓരോ സ്റ്റുഡൻസിനും അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒന്നാണ് നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ് പോർട്ടൽ ഇല്ലാണ്ട് ഒരു സ്റ്റുഡൻറ്റിനും നിങ്ങളുടെ കോഴ്സ് ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ്റെ കൺഫർമേഷൻ വരണം. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ വരുന്നത് നിങ്ങളുടെ ഇമെയിലോട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ 2025 ജൂലൈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് അത് സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.